ഇടതുപക്ഷ രാഷ്ട്രീയം പെട്ടെന്ന് തകരില്ല. 4.5 പതിറ്റാണ്ടായി പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ. 45 വർഷം. ശരിക്കും SFI എന്ന് പറയുന്നതിലൂടെ എന്താണ്? കാരണം അതിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ന്യൂജൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് പറയാണ്, എന്താണ് SFI? ഈ പറയുന്ന ഏതെങ്കിലും വ്യക്തികളുടെ സംഘടന ഒരു ദിവസം ഇത് കൊടുക്കാനുള്ള ശേഷി ആ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ആ സംഘടനക്കുണ്ടോ എന്നവർ സ്വയം ശിക്ഷിക്കണം. ഭൂമി മലയാളത്തിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ DYFI ഏതെല്ലാം കാലമുണ്ടോ ആ കാലത്തെല്ലാം ഇത് അനുസ്യൂതമായി നടന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ഏത് പാർട്ടിയുടെ ഒരു തൊഴിലാളി സംഘടനയുടെ ഓഫീസിന്റെ ഫ്രണ്ടിലാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. CITയുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. നമ്മുടെ സുമോദേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ സ്വാഗതം. നമസ്കാരം. നമ്മുടെ ഈ ഒരു സീരീസിന്റെ പേര് ലീഡർഷിപ്പ് അൺഫിൽറ്റേർഡ് എന്നാണ്. അതായത് ഒരു അൺഫിൽറ്റേർഡ് വേർഷൻ കിട്ടണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് ആ സമയത്താണ് സുമേദേട്ടൻ പറയുന്നത് നമുക്കിന്ന് ഇവിടെ ഇരുന്ന് ചെയ്യാമെന്ന്. ഇവിടെ ഇരിക്കുമ്പോ തന്നെ നമ്മൾ അൺഫിൽറ്റേർഡ് ആണ് അല്ലേ? നമ്മൾ ഈ പറയുന്ന പോലെ ഇതിന്റെ ഈ കോട്ടായി സെന്ററിന്റെ ഹൃദയഭാഗമാണ്. കോട്ടായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാ? കാരണം തൃത്താലയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് മത്സരിച്ച് വിജയിച്ചൊരു വ്യക്തിയാണ്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കോട്ടായി യേശുദാസിന്റെ ഗുരു ചെമ്പൈ ഭാഗവതരുടെ നാടാണ്. അത് കർണാടക സംഗീതത്തിന്റെ കുലപതിയാണ് ചെമ്പൈ വൈദ്യ ഭാഗവതര്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് യേശുദാസ്. അപ്പോൾ ആ ഒരു പ്രസിദ്ധി ഈ നാടിനുണ്ട്. പിന്നെ ഒരു ഗ്രാമമാണ്, വളരെ മനോഹരമായ ഗ്രാമം. നിഷ്കളങ്കരായ ജനങ്ങൾ, സാധാരണക്കാർ, കർഷക തൊഴിലാളികൾ, കർഷകർ. പിന്നെ ചെങ്കൊടി പ്രസ്ഥാനത്തിന് വലിയ കരുത്തുള്ളൊരു പ്രദേശം. ഇവിടെ ചുവന്നിരിക്കുന്ന ഒരു നാടാണ്. അതെ. 4.5 പതിറ്റാണ്ടായി പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ. 45 വർഷം ഇടതുപക്ഷത്തിന് ഒരു മണ്ഡലമാണ്. ഇവിടെ ഇപ്പൊ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പുതിയൊരാള് എന്നൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു അന്ന് 4.25 വർഷം മുമ്പ് വരുന്ന സമയത്ത്? അല്ല, അങ്ങനെ ഫീൽ എന്ന് പറഞ്ഞാൽ ഞാൻ SFI പാലക്കാട് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്നു. മത്സരിക്കുമ്പോൾ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് വർക്ക് ചെയ്തതിന്റെ ഭാഗമായുള്ള പരിചയ പ്രദേശത്തുണ്ട്. എന്നാൽ തുടർച്ചയായി നാട്ടുകാരനായത് മത്സരിച്ച് ആ സമയം മുതലാണ്. ഞാനും സുമോദേട്ടനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൽ സുമോദേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതെ. മലയാളം സമയങ്ങളിലാണെങ്കിലും മലയാളം. ഞാൻ MA വരെ പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിൽ, PG മലയാളം, B.Ed മലയാളം. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 2015 അവിടെ ഞാൻ പഠിപ്പിച്ചു. 2014, 15, 16 ആ കാലത്ത് കൊക്കൂര് പിന്നെ ടെക്നിക്കൽ സ്കൂളിൽ പഠിപ്പിച്ചു. നല്ല സ്കൂളല്ലേ കാണാൻ? അതിഗംഭീരമായ സ്കൂളാണ്. എങ്ങനെയാ എന്നെ പോലെ നല്ല സ്റ്റുഡൻസ് പഠിച്ചിറങ്ങി? ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങി. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചിറങ്ങി. എങ്ങനെ അധ്യാപനം എത്ര വർഷം ഉണ്ടായിരുന്നു മൊത്തം? അധ്യാപനം ഒരു 8 വർഷം അധ്യാപകനായിരുന്നു. മത്സരിക്കുന്നത് വരെ അധ്യാപകനായിരുന്നു. മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുന്നത് തൃത്താല BRCയിൽ താൽക്കാലിക അധ്യാപക ജോലി, അതായത് ക്ലസ്റ്റർ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ ജോലി രാജിവെച്ചിട്ടാണ് മത്സരിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത്. ചെറുപ്പത്തിൽ എന്തായിരുന്നു ആഗ്രഹം? ഞാൻ അവിടെ വീട്ടിൽ വന്ന സമയത്ത് ഫാദർ പാർട്ടിയോട് ഭയങ്കരമായി ഇഷ്ടമുള്ള ഒരു വ്യക്തിയെന്ന് മനസ്സിലായി. ഫോണിൽ വിളിച്ചിട്ട് വോട്ടിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു കടുത്ത ഇടതുപക്ഷ എന്താ പറയാ, ഭാര്യയുടെ അച്ഛനാണ്. അച്ഛനും അമ്മയും നാട്ടിൽ തൃത്താലയാണ്. അദ്ദേഹം ഭയങ്കര ഇടതുപക്ഷ അനുഭാവിയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട്. അല്ല, അതൊരു പാഷനുള്ള ആളാണ്. ഇടതുപക്ഷം ജയിച്ചു വരണമെന്നാണ്. സുമോദേട്ടന്റെ അച്ഛനോ? എന്റെ അച്ഛൻ തൃത്താല ആലൂർ. അച്ഛൻ ചുമട്ടുതൊഴിലാളി, CIT ഇതുപോലെ ചുമട്ടുതൊഴിൽ. അതാണ് ഈ വൈകാരികമായ ബന്ധം. ചുമട്ടുതൊഴിലാളി ആയിരുന്നു അച്ഛൻ. അമ്മ വീട്ടമ്മ. ഈ ചുമട്ടുതൊഴിലാളി അച്ഛൻ ഇങ്ങനെ നമ്മളെ പാർട്ടി പരിപാടിക്കെല്ലാം കൊണ്ടുപോകും. റാലി, പാർട്ടി പരിപാടി, മേദിന റാലി ഇങ്ങനൊക്കെ പോകും. അങ്ങനെയുള്ള ഒരു താല്പര്യം, കുടുംബ അന്തരീക്ഷം. ചോദിക്കട്ടെ, നമ്മളിപ്പം CITU എന്ന് പറയുമ്പോൾ ജനങ്ങൾ കാണുന്ന ഒരു ഫേസ് ഉണ്ട്. പക്ഷെ അച്ഛൻ അതിലാവുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു ആംഗിൾ ഉണ്ടാവും. അവരുടെ വിഷമം എന്താണ് ജനങ്ങൾ കാണുന്ന ഫേസ്? എന്താ? ജനങ്ങൾ കാണുമ്പോൾ അവര് ഈ പറയുന്ന പോലെ അതൊരു നെഗറ്റീവ് ഫേസ് ഉണ്ട് അതിനകത്ത്. എന്നാൽ അങ്ങനെയല്ല.
എന്നാൽ നമ്മുടെ റോട്ടിൽ ഒരു അപകടം നടന്നു. ഇപ്പൊ ഒരു അപകടം ഇവിടെ നടന്നു നോക്കുക. ആദ്യം ആരും ഓടിക്കൂടുക? ഏതെങ്കിലും കാറിൽ അടച്ച ചില്ല് സഞ്ചരിക്കുന്ന ആളല്ല. ഈ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഈ സാധാരണ തൊഴിലാളികളാണ്. ഒരു ബ്ലഡ് വേണം, ഒരു പ്രസവം നടന്നു, ഒരു ഹോസ്പിറ്റലിൽ ബ്ലഡ് വേണം, ആര് കൊടുക്കും? ഇങ്ങനെ മാനവികമായ അല്ലെങ്കിൽ മനുഷ്യമുഖം ഈ തൊഴിലാളികൾക്കുണ്ട്, തൊഴിലാളി സഖാക്കൾക്കുണ്ട്. അല്ല, അവർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും അച്ഛൻ്റെ ഒരു ഇതിൽ അത് ഫീൽ ചെയ്യാൻ പറ്റൂല ഒരു മകൻ എന്ന നിലയ്ക്ക്. അല്ല, അച്ഛൻ ഉൾപ്പെടുന്ന തൊഴിലാളി സഖാക്കളെല്ലാം അവരവരുടെ ഓരോ ദിവസവും പണിയെടുത്ത് അവരുടെ കുടുംബം പോറ്റുന്നു. എന്നാൽ അടിയുറച്ച പാർട്ടി ബോധമാണ് അവരുടെ പ്രത്യേകത. ഒരു ഇഞ്ച് പോലും മാറില്ല. ഒരു ഇഞ്ച് പോലും. അതെ, അവർക്ക് ഭയങ്കരമായ അവരുടെ ബ്ലഡിൽ അലിഞ്ഞതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അരിവാൾ നക്ഷത്രമല്ല. ആദ്യം എന്നായിരുന്നു സമരത്തിന് പോയതൊക്കെ? അല്ലെങ്കിൽ ഒരു ഒരു പാർട്ടിയുടെ വക്താവായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നത്? അല്ല, അത് SFI കാലം മുതലേ അങ്ങനെ ഉണ്ട്. അത് 97 മുതലെല്ലാം ഉണ്ട്. 97 മുതല്. അതാലോചിക്കുമ്പോ കുറെ ആ സമയം മുതലുണ്ട്. 98 പട്ടാമ്പി കോളേജ് പ്രീ ഡിഗ്രിക്ക് ചേരുന്നു. 98 ആ മുതലേ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തകനായി, പിന്നീട് നേതൃത്വമായി, പിന്നീട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി. ഇപ്പൊ സ്പീക്കർ AN ഷംസീർ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ SFI ജില്ലാ സെക്രട്ടറിയാണ്. സ്കൂൾ ജീവിതമൊക്കെ തൃത്താല ഹൈസ്കൂള്. ഇപ്പൊ ഇന്റർവ്യൂ കാണുന്നവരൊക്കെ നമ്മൾ വെള്ളിയാങ്കല്ല് പാലത്തിനടുത്തുള്ള സ്കൂളാണ്. അന്ന് THS ആണ്, തൃത്താല ഹൈസ്കൂൾ. ഇപ്പോൾ ഡോക്ടർ KB മേനോൻ മെമ്മോറിയൽ ഹൈസ്കൂളായി മാറി. അവിടെ വരെയാണ് 10ാം ക്ലാസ്. 10ാം ക്ലാസ് അവിടെ. പ്രീ ഡിഗ്രി പട്ടാമ്പി കോളേജ്, ഡിഗ്രി പട്ടാമ്പി കോളേജിൽ, PG പട്ടാമ്പി കോളേജിൽ, B.Ed ശ്രീകൃഷ്ണപുരം SN കോളേജ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് രാഷ്ട്രീയത്തിലേക്ക്. അല്ല, വിദ്യാർത്ഥി കാലം മുതലേ ഉണ്ട്. വിദ്യാർത്ഥി കാലം മുതലേ വിദ്യാർത്ഥി സംഘടനാ രംഗത്തുണ്ട്. സമരങ്ങൾ, അതോടൊപ്പം തന്നെ നിരവധിയായ അവകാശ പോരാട്ടങ്ങൾ. അതിനൊരു കാലമാണല്ലോ വിദ്യാർത്ഥി കാലം. നമ്മളെ പരുവപ്പെടുത്തും, നമ്മൾ മോൾഡ് ചെയ്യപ്പെടും. എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് കമ്മ്യൂണിസത്തിൽ സംസാരിക്കാനുള്ള ഒരു പവർ ഭയങ്കരമാണ് അല്ലേ? എന്തെങ്കിലും പ്രസംഗിക്കാനായിക്കോട്ടെ, വാക്കുകൾ കൊണ്ടായിക്കോട്ടെ, അവരിങ്ങനെ കിടന്ന് നല്ല സൂപ്പറായിട്ട് സംസാരിക്കും. കൊതിയാവും. ഞങ്ങൾ അങ്ങനെ മോൾഡ് ചെയ്യപ്പെടും. ഈ സിസ്റ്റത്തിലൂടെ ഞങ്ങൾ മോൾഡ് ചെയ്യപ്പെടും. ട്രെയിനിങ് ഉണ്ട്. അല്ല, അങ്ങനെയല്ല, സ്വാഭാവികമായി ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ മോൾഡ് ചെയ്യപ്പെടും. പ്രതികരിച്ചിട്ടും അല്ല, അങ്ങനെ ഇതിന്റെ ഒരു പ്രാക്ടീസ് ആരും ഒരു സുപ്രഭാതത്തിൽ, ഒരു ലീഡർ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവില്ല. അവ അനുഭവങ്ങളിലൂടെ, നിരവധിയായ സമരങ്ങളിലൂടെ, ഇഷ്യൂസുകളിലൂടെ അങ്ങനെ മോൾഡ് ചെയ്യപ്പെടും, ഡെവലപ്പ് ചെയ്യും. തുടക്കത്തിൽ വളരെ പേടിയായിരുന്നു, സഭാകമ്പം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ഒരു ക്ലാസ് ക്യാമ്പയിൻ ഞാൻ മനസ്സിലാക്കേണ്ട PD സുബീഷ് എന്ന അന്ന് SFIയുടെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്ന SFI നേതാവാണ്. ഈ ക്ലാസ് ക്യാമ്പയിന് ആമുഖം പറയാൻ വേണ്ടി, സ്വാഗതം പറയാൻ വേണ്ടി എന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ കയ്യിൽ എഴുതിയിട്ടാണ് സ്വാഗതം പറയുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ നേതാവ് PD സുബീഷ് ക്ഷണിക്കുന്നത്. വിറച്ചു വെച്ച് നമ്മൾ പറയുക, കയ്യിൽ എഴുതിയിട്ട് നമ്മൾ പറയുക. അങ്ങനെയാണ് തുടക്കം. പിന്നെ അത് ഘട്ടം ഘട്ടമായി നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ കോട്ടായി സെന്റർ തന്നെയാണ്. സെന്ററാണ്. കോട്ടായിക്ക് ഒരുപാട് സിനിമകളൊക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് സിനിമകൾ. മീശമാധവൻ, അതായത് ജഗതി പടവലങ്ങ ജഗതിയുടെ പറമ്പിൽ നിന്ന് അരിഞ്ഞു കൊണ്ടുകൊണ്ട്, അത് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ്. അയ്യങ്കുളം എന്ന് പറയുന്ന കോട്ടയം അയ്യങ്കുളം എന്ന് പറയുന്ന തൊട്ടപ്പുറത്താണ് സിനിമ ഷൂട്ട് ചെയ്തത്. മൃഗയ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തു. പട്ടാളം സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തു. പട്ടാളം എന്ന് പറഞ്ഞാൽ ലാൽ ജോസിന്റെ സിനിമ. പിന്നെ കുറുപ്പ്, മമ്മൂട്ടിയുടെ മകന്റെ ഒരു കാറ് പിന്നെ ഒരു കൊലപാതകം നടത്തുന്നുണ്ട് രാത്രി, ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ആ സിനിമ കണ്ടറിയാം. അത് ആലപ്പുഴയിലാണ്. സിനിമയിൽ യഥാർത്ഥം നടക്കുന്നത് ഇവിടെയാണ്. ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. ബാബ കല്യാണിയില് മോഹൻലാല് ആ തീവ്രവാദികളെ വെടിവെച്ചു കൊല്ല മോഹൻലാലും ടീമും ടീമും ഒരു പ്രത്യേകമായ അനൂപ് ചായക്കടക്കാരൻ ചായയൊക്കെ പിന്നീട് വെടിവെച്ചു കൊല്ലുന്നുണ്ട് പാടത്തുകൂടെ ഓടിച്ചിട്ട്. അതല്ല ഈ കോട്ടായി പാടത്താണ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിഗംഭീരമായ സ്ഥലമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങിന് മൃഗയ സിനിമയിൽ ഇവിടെ ഷൂട്ട് ചെയ്തു. മൃഗയ സിനിമ. തൃത്താലി മോശമൊന്നുമല്ല. തൃത്താല അതിഗംഭീരമായ, ഞാൻ പറഞ്ഞത് തൃത്താലയിലെ ഒരു മഹായാനം മമ്മൂട്ടിയുടെ ചന്ദ്രു എന്ന് പറഞ്ഞ കഥ. പ്രധാനപ്പെട്ട എനിക്ക് പെട്ടെന്ന് കൂടല്ലൂർ ടൗണിലാണ് മഹായാനം സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് സിനിമകളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നത് ആധാരം സിനിമ, കുറെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിം കണ്ടു ഇന്നലെ.
ഇലക്ഷൻ നടക്കുമായിരുന്നു. ഇന്നലെ എല്ലാം കഴിഞ്ഞ് രാത്രി 9:30 മമ്മൂട്ടിയുടെ സിനിമ നമ്മുടെ കളങ്കാവിൽ ഞാനും ഫാമിലി ഭാര്യ ഉണ്ടായിരുന്നു. അത് ഒരു മമ്മൂട്ടി ഒരു വില്ലൻ അതിഗംഭീരമായി മമ്മൂട്ടിയെ ആക്ട് ചെയ്തിട്ടുണ്ട്. പുതിയ പരീക്ഷ ഗംഭീര സിനിമയാണ്. ആണല്ലേ, കാണണം. സംഭവം സൂപ്പറാണെന്ന് എല്ലാവരും പറയും. സൈക്കോപാത്ത് ക്രിമിനലാണ്. ഏത് തരം സിനിമകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? അല്ല, ഞാൻ മമ്മൂട്ടി എല്ലാ സിനിമ പുതുതലമുറ സിനിമ അല്ല, നമുക്കൊരു ജോണർ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പുതിയ തലമുറയിൽ ഫഹദ് ഫാസിലിന്റെ സിനിമ കാണും. ഇഷ്ടമാണ്. പുതിയ തലമുറയിൽ പഴയ തലമുറയിൽ മമ്മൂട്ടി മോഹൻലാലും കാണും. അതെ, എല്ലാവരുടെയും ആ സിനിമകൾ വേറൊരു ഫീൽ ആയിരുന്നല്ലോ അന്ന്. വല്ലപ്പോഴുള്ള സിനിമകളായിരുന്നു, എല്ലാത്തിനും ഇഷ്ടമാണ്. തിയേറ്ററിലൊക്കെ ആദ്യം തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ടുള്ള സിനിമ ഏതാണ്? അമരം, മണിച്ചിത്രത്താഴ്, ചിത്രം, ആലൂര്, നാട്ടിൽ ആലൂർ കീർത്തി തിയേറ്റർ. അന്ന് ഈ പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമ്മൾ അന്ന് സിനിമ കാണുമ്പോൾ കയ്യടികളും ആരവങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ടായിരിക്കും. ആകെ 2 രൂപയാണ്. 2 രൂപ എനിക്ക് അത്ര പൈസ ഉണ്ട്. അതിങ്ങനെ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു MLA യോട് ചോദിക്കാൻ പാടില്ല, എന്നാലും ചോദിക്കാണ്. ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടോ? കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, സിനിമ കാണാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളില്ല, കോളേജിൽ പഠിക്കും. കൗമാരകാലം. ഇല്ല. വളരെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി 10ാം ക്ലാസ് 98 പാസ്സായ ഒരാളാണ്. അന്ന് റാങ്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെയാണ്. 210 കിട്ടിയ ജസ്റ്റ് പാസ്സാവും. അപ്പോൾ 98 അന്ന് ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായ ആളാണ്. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടല്ല ഞാൻ PG എന്നാലും നമ്മളുണ്ടാവുമല്ലോ, അത്ര ഇഷ്ടമായിരുന്നു. അത് പിന്നെ പഠിച്ചിരുന്നു. എന്തായിരുന്നു അതിനുള്ള പ്രചോദനം? അല്ലെങ്കിൽ നമ്മൾ അല്ല, അത് ഒരു കാര്യം, എൻ്റെ അച്ഛനും അമ്മയും അവർക്ക് 6 വർഷം കഴിഞ്ഞ് ജനിച്ച മോനാണ് ഞാൻ. കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവർ എന്നെ നന്നായി കെയർ ചെയ്തു. എനിക്കൊരു പ്രത്യേക പരിഗണന കിട്ടി കാലങ്ങൾക്ക് ശേഷം ജനിച്ച ആൺകുട്ടികൾക്ക്. അപ്പോൾ ചെറുപ്പം മുതലേ എന്നെ ട്യൂഷൻ മറ്റു കാര്യങ്ങളെല്ലാം അത് 20 രൂപക്കുള്ളൂ. ചെറിയ 90കളിൽ തന്നെ ഞാൻ ട്യൂഷനൊക്കെ പോയി. ഹൈസ്കൂളെല്ലാം പഠിക്കുമ്പോൾ തൃത്താല മാസ്റ്റേഴ്സ്, മധു മാസ്റ്റർ എന്ന് പറയും, ആ ട്യൂഷൻ സെൻറ്ററിലാണ് ഞാൻ. സ്കൂളുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള എക്സ്ട്രാ ഒരു ബാക്കപ്പ് അച്ഛനും അമ്മയും നന്നായി ചെയ്യും. സാധാരണ പറയാം അങ്ങനെ പൊന്നാരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വഷളാവുന്നു. അപ്പം അങ്ങനെയല്ല. അല്ല, ഞാനൊരു പിന്നെ പഠനത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ടീച്ചേഴ്സിന്റെ ഒക്കെ പൊന്നാര കുട്ടിയായിരിക്കും. ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. ഹൈ ബ്രൈറ്റ് അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അന്നത്തെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു തരക്കേടില്ലാത്ത മാർക്കാണ്. 98 ഇന്ന് പോലെയല്ലല്ലോ, അന്ന് ഭയങ്കര ടഫല്ലേ. അതെ അതെ. അല്ല, നമ്മുടെ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ക്ലാസ്സിൽ? നല്ല സൗഹൃദങ്ങളായിരുന്നു എല്ലാം. പിന്നെ ഏറ്റവും നല്ല, ഇപ്പോഴും ആ സൗഹൃദം നിലനിൽക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വർഷത്തിലൊക്കെ ഞങ്ങൾ കൂടാറുണ്ട്. കോളേജിലും ഏറ്റവും മികച്ച സൗഹൃദങ്ങളാണ്. പിന്നെ SFI സൗഹൃദങ്ങൾ അതിഗംഭീരമായ സൗഹൃദങ്ങളാണ്. ഞങ്ങൾ ഓരോ മാസവും പ്രത്യേകമായ കുറി ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതിൽ വിട്ടുവീഴ്ചയില്ല. മാസം ഞങ്ങളുടെ കോളേജിലെ സുഹൃത്തുക്കൾ SFI ഗ്യാങ്ങാണ്. അവർ 1300 രൂപ അതിലേക്ക് അടക്കുന്നുണ്ട്. ഞങ്ങളുടെ ആരുടെ കുടുംബത്തിലും മരണമോ കല്യാണമോ വീടിരിപ്പോ നടന്നാൽ പൈസ മാറ്റി ചൂറിൽ നിന്നുള്ള പൈസ അതിനാണ്. ഒരു വർഷത്തിലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കൾ യാത്ര ചെയ്യുക. പട്ടാമ്പി കോളേജാണ് നമ്മളൊരു അത്. എന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർമാരുണ്ട്. സുബീഷ്, രാകേഷ് ബാബു, പ്രമോദ്, അനിതേഷ്, കുറെ ലീഡർമാരുണ്ടാവും. പ്രകാശൻ, SFI എന്ന് പറയുമ്പോൾ തന്നെ ഷുക്കൂർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടാവും. കുറെ ആളുകളുണ്ട്. മിസ്സായി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പറയും പേര് പറഞ്ഞില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഒരു 10-15 ലീഡർമാരുണ്ട്. എല്ലാവരെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, നമ്മൾ SFI എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു സ്റ്റാർഡം പവറൊക്കെ ഉണ്ട്. ആളുകൾ എസ്പെഷ്യലി വിദ്യാർത്ഥികൾ കാണുമ്പോൾ ശരിക്കും SFIയിലോട്ട് ഫസ്റ്റ് വരിക ഒരു ഹീറോയിസ് ഒക്കെ കണ്ടിട്ടായിരിക്കും. ശരിക്കും SFI എന്ന് പറയുന്നതിലൂടെ എന്താണ്? കാരണം അതിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ ന്യൂ ജൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് പറയാം, എന്താണ് SFI?
SFI എന്നത് 970 SFI രൂപം കൊള്ളുന്നത്. ഇപ്പോൾ 50 വർഷം പിന്നിട്ടു, 55 വർഷം. SFI കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മണ്ഡലങ്ങളിലേക്ക് നിരവധി വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത വിദ്യാർത്ഥി സംഘടന. അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ, എനിക്ക് മുമ്പ് AK ബാലൻ മണ്ഡലത്തിൻ്റെ MLA-യും മന്ത്രിയുമൊക്കെ. ഇങ്ങനെ എത്രയോ പ്രതിഭാധനന്മാർ, MB രാജേഷ്, P രാജീവ്, AN ഷംസീർ, സ്വരാജ്, പെട്ടെന്ന് ഓർമ്മ വരുന്നു, ശിവൻകുട്ടി. ഞാൻ സംസ്ഥാന സെക്രട്ടറിമാരെ പേരാണ് പ്രത്യേകം പറയുന്നത്. KV സുമേഷ്, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ MLA. എല്ലാ മേഖലയിലേക്കും SFI ആളുകളെ സംഭാവന ചെയ്യുന്നു, പ്രതിഭാധനന്മാരെ വ്യക്തിത്വങ്ങൾ. അത് യഥാർത്ഥത്തിൽ നമ്മുടെ കൗമാര യൗവനത്തിൻ്റെ തുടക്കത്തിൽ നേതൃത്വത്തെ ഡെവലപ്പ് ചെയ്യാൻ അത്രമേൽ പറ്റുന്നൊരു സംഘടന ഇടതുപക്ഷത്ത് വേറെയില്ല. ശരിക്കും അത് ഒരു സംസ്കാരമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അത് ഞങ്ങൾ ജീവിക്കുക ചെയ്യുന്നത്, പ്രവർത്തിക്കല്ലേ. SFI ജീവിക്കല്ലേ, എന്ത് കൊടുത്താലും കൂടെ ഭയങ്കര സംഘടനല്ലേ, ഭയങ്കര അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും. ഇനി നമ്മളുടെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല പല സംഘടനകളുണ്ട്. അതിനിപ്പോ പൊതിച്ചോറ് എപ്പോഴും ആളുകളുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു കാര്യമായിരിക്കും. അതിനെ കുറിച്ചിട്ട് എന്താണ് അങ്ങനെ ഒരു ഐഡിയോളജി ശരിക്കും? ഞാൻ മനസ്സിലാക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു ബ്ലോക്ക് കമ്മിറ്റി തുടക്കം കുറിച്ച പൊതിച്ചോറ് പദ്ധതിയാണ്. പിന്നെ കേരളത്തിലെമ്പാടും അത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി പൊതുസമൂഹത്തിൽ DYFIക്ക് നൽകിയ ഒരു അംഗീകാരം ചെറുതല്ല. ഒരേ സമയം രോഗിക്കും രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 15 ദിവസം ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ ഇതിനു വേണ്ടി മാത്രം ഒരു ദിവസം ഒരു 200 രൂപ മാറ്റി വെച്ച കൂട്ടി വെക്കും. 10,000-കണക്കിന് ആളുകൾക്കാണ് അത് ഭയങ്കരമായി. അതിൻ്റെ അതിൻ്റെ പ്രൊസീജിയർ വളരെ അംഗീകരിക്കപ്പെടുന്ന പ്രൊസീജിയർ. വീടുകളിൽ പോയി തലേ ദിവസം ഭക്ഷണപ്പൊതി ശേഖരിക്കും. രാവിലെ തന്നെ അവരോട് പറയുന്നു, തലേ ദിവസം ചിലപ്പോൾ പറയും, രാവിലെ ഓർമ്മപ്പെടുത്തും. പിന്നെ വീണ്ടും 10 മണിക്ക് ഇത് വാങ്ങുന്നു. എന്നിട്ട് വീണ്ടും ഒരു 1.5 കിലോ, പിന്നെ മണിക്കൂറിൽ 2 മണിക്കൂർ സഞ്ചരിച്ച് ഹോസ്പിറ്റലിലെത്തുന്നു. അതിൻ്റെ പ്രൊസീജിയർ, സ്നേഹം വിളമ്പുന്ന പ്രധാനപ്പെട്ട കരുതലും സ്നേഹവും ഉണ്ട് അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ. ഞാൻ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ എത്രയോ ഘട്ടങ്ങളിലായി അത്തരം ചടങ്ങുകൾ പങ്കെടുത്തു. അത് കൊടുക്കുന്ന സമയത്ത്, കാരണം ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യം. അതെ. ഏറ്റവും സാധാരണക്കാരല്ലേ, ഈ വളരെ സാധാരണക്കാരായ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന വർക്കിംഗ് ക്ലാസ്, അവരാണല്ലോ ഈ ഗവൺമെന്റ് ആശുപത്രി വരിക. പലപ്പോഴും ഈ രാഷ്ട്രീയ പോരുകൾക്കിടയിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അത് പല രീതിയിലും തെറ്റിദ്ധരിക്കുന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോഴൊക്കെ എന്താ തോന്നുന്നത്? കാരണം ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത് വേറൊരു കാര്യമാവും. സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്നത് ഒരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. എന്തായിരുന്നു, എങ്ങനെയായിരിക്കും? റീസെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് പൊതിച്ചോറ് അതാണ് ഇതാണ് എന്നുള്ള രീതിയിലൊക്കെ. അന്ധമായ രാഷ്ട്രീയ വിരോധം. ഈ പറയുന്ന ഏതെങ്കിലും വ്യക്തികളുടെ സംഘടന ഒരു ദിവസം ഇത് കൊടുക്കാനുള്ള ശേഷി ആ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ആ സംഘടനക്കുണ്ടോ എന്നവർ സ്വയം അയ്യടിക്ക് വേണ്ടി പറയാം. ഇത് വളരെ ഒരു ദിവസം പോലും മുടങ്ങില്ല. തിരുവോണത്തിന് മുടങ്ങില്ല, ഹർത്താലിന് മുടങ്ങില്ല, ക്രിസ്മസിന് മുടങ്ങില്ല, പെരുന്നാളിന് മുടങ്ങില്ല, എലക്ഷന് മുടങ്ങില്ല. ഒരു ദിവസം പോലും മുടങ്ങില്ല. അതാ പ്രത്യേകത. ഭൂമി മലയാളത്തിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൽ DYFI ഏതെല്ലാം കാലമുണ്ടോ ആ കാലത്തെല്ലാം ഇത് അനുസ്യൂതമായി നടക്കും. ഇപ്പൊ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷം നമ്മളാണ്, ഈ ഒരു 10 വർഷത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. ഈ തുടർഭരണം എന്ന് പറയുന്നത് എത്രത്തോളം അനുകൂലമാണ്, എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ 2016 മുതൽ ഈ 26 വരെയുള്ള കാലം ഇടതുപക്ഷത്തെ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു നാഴികക്കല്ലാണ് കഴിഞ്ഞ 10 കൊല്ലം. സാധാരണ 5 വർഷം ആണ് കിട്ടുക. 10 കൊല്ലം കിട്ടിയത് കൊണ്ട് ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. അതിൽ ഒരേ സമയം വികസനവും ക്ഷേമവും ഉണ്ട്, രണ്ടുമുണ്ട്. ഒരു 25 വർഷം കേരളത്തെ മുന്നിൽ കണ്ടുള്ള കാര്യങ്ങളാണ് കിഫ്ബി വികസനം, റോഡ്,
പശ്ചാത്തല സൗകര്യം അതിഗംഭീരമായി. 4 വരി ദേശീയപാത ഇതൊന്നും നടന്നിരുന്നില്ല 2016 വരെ. മലപ്പുറം ഞാൻ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറാണ്. ഞാൻ സിൻഡിക്കേറ്റ് യോഗത്തിന് പോകുമ്പോൾ മലപ്പുറത്തിന്റെ വലിയ മാറ്റം. ജഗതി ശ്രീകുമാർ അപകടത്തിൽപ്പെട്ട പാണമ്പ്ര വളവ് മാറി 45 മീറ്റർ വീതിയിൽ ഏറ്റവും ഗംഭീരമായ 4 വരി ദേശീയപാത. കാസർഗോഡ് വരണം, ഞാൻ ഉദാഹരണം മാത്രം, യൂണിവേഴ്സിറ്റി എടുത്തു. നിങ്ങളുടെ വളാഞ്ചേരി, പട്ടപ്പാറ എല്ലാം മാറിയില്ല. കെട്ടിടങ്ങൾ എന്തെല്ലാം മാറ്റം. പ്ലസ് ക്ഷേമം 2000 രൂപ ഇനിയും കൂടും. സ്ത്രീകൾക്ക് LDFന്റെ 21 പ്രകടന പത്രികയിൽ പറഞ്ഞ 31 ലക്ഷം വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടും. ഇതൊന്നും ചെറിയ ഇമ്പാക്റ്റ് അല്ല. ലൈഫ് പദ്ധതി അതെ, ലൈഫിൽ ഇപ്പോൾ 4.25 ലക്ഷമായി. ചെറുപ്പക്കാർക്ക് ഒരു 7 ലക്ഷം ആളുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനം. ഇതെല്ലാം വരും ഈ 2026 തുടക്കത്തിൽ. ഇതെല്ലാം പിന്നെ നടപ്പിലാകുന്ന പ്രഖ്യാപനങ്ങൾ വെറുതെ പാഴ്വാക്കല്ല, പറഞ്ഞ് നടപ്പിലാക്കും. അതിന് പറ്റുന്ന കരുത്തനായ മുഖ്യമന്ത്രി ഒരു ടീമും കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി ഒരു പവർഫുൾ വ്യക്തിയാണ്. എന്താ വിഷയം? അനുഭവങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറല്ലേ കേരളത്തിലെ, മാത്രം ഇന്ത്യയിൽ ഏറ്റവും പ്രധാന ലീഡർ. കേരളത്തിന് എപ്പോഴും ഒരു നേതാവ് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്. അത് വിഷനല്ലേ. ഏത് പ്രതിസന്ധിയിലും പതറില്ല, തീരുമാനങ്ങൾ എടുക്കാൻ അസാമാന്യമായ കഴിവ്, ഭയങ്കരമായിട്ട് പിന്നെ വിഷൻ, വികസനം, ക്ഷേമം, പ്രതിസന്ധികളെ തട്ടിമാറ്റും, എതിർപ്പുകളൊക്കെ പിന്നെ മറികടന്നല്ലോ. ഇന്ന് എളുപ്പമല്ല. ഈ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാണണ്ട. മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല ഒക്കെ എളുപ്പമല്ലല്ലോ, ചെറിയ കാര്യമല്ല. ഇതെല്ലാം 2050കളിലേക്കുള്ള കരുതി വെക്കലല്ലേ. കേരളം 1.5 കോടി മോട്ടോർ വാഹനങ്ങൾ ആയി. കേരളത്തിൽ 1.5 കോടി മോട്ടോർ വാഹനങ്ങൾ ഭയങ്കര പെരുകുന്നു. കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യം ഡെവലപ്പ് ചെയ്യണം. ഇപ്പോൾ ഞങ്ങളുടെ ഈ പാലക്കാട് ജില്ലയിൽ 1800 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തുള്ളത്. വ്യവസായ പാർക്ക് വലിയ ഡെവലപ്പ്. അതിൽ കണ്ണമ്പ്ര, എൻ്റെ മണ്ഡലത്തിലെ കണ്ണമ്പ്ര പഞ്ചായത്തിൽ 300 ഏക്കർ ഭൂമിയുണ്ട്. ബാക്കി പിന്നെ മലമ്പുഴ മണ്ഡലം വലിയ ഡെവലപ്മെന്റ് വരികയാണ്. 1000കണക്കിന് തൊഴിലവസരങ്ങൾ വരാൻ വേണ്ടി വലിയ മാറ്റം. തുരങ്കപാത വയനാട്, ഈ നമ്മുടെ മന്ത്രി കെ രാജന്റെ മണ്ഡലത്തിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒക്കെ വരികയല്ലേ. അസാധ്യമെന്നത് സാധ്യമായി. അതാണ് പ്രത്യേകത. നമ്മളിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളിലും ഈ പറയുന്ന പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പല ആളുകളും ഉണ്ടാവും. അങ്ങനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ് രാഷ്ട്രീയത്തെ മാറ്റി പറയുകയാണെങ്കിൽ? അങ്ങനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ വ്യക്തിപരമായ വിരോധം അല്ല, അങ്ങനെയൊന്നും നമ്മളങ്ങനെ അതിശയവും കാര്യങ്ങളൊന്നും ഒരാളോട് നടത്താറില്ല. എല്ലാവരെയും അംഗീകരിക്കാനും മാനിക്കാനും ഒക്കെ ഉള്ള ആ നിലയിലാണ് എല്ലാത്തിനും കാണുന്നത്. പ്രത്യേകമായ ഒരാളുടെ പേര് ചോദിച്ചാൽ അതിൽ ലീഡർഷിപ്പ് ഉണ്ട്. അതിനകത്ത് രമേശ് ചെന്നിത്തല, VD സതീശൻ, കുഞ്ഞാലിക്കുട്ടി, KC വേണുഗോപാൽ. ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ടാണ് എല്ലാവരും മുൻപന്തിയിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുങ്ങല്ലൂർ സുനിലേട്ടന്റെ അടുത്ത് പോയ സമയത്ത് നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സുനിലേട്ടനും ഈ പറയുന്ന പോലെയാണ്. ഭയങ്കര പാർട്ടി എന്ത് പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി എന്ത് പറയുന്നു അതാണ് ഞങ്ങൾക്ക് മെയിൻ കാര്യം. നമ്മുടെ അഭിപ്രായങ്ങളും ചോദിക്കട്ടെ. ചുമട്ടുതൊഴിലാളിയായ കൃഷ്ണൻകുട്ടിയുടെ മകൻ സുമോദ് ഈ പാർട്ടി നൽകിയ അംഗീകാരം കൊണ്ടല്ലേ നിങ്ങൾ എന്നെ വന്ന് ഇന്റർവ്യൂ നടത്തുന്നത്? ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണ്. എൻ്റെ എന്തേലും വ്യക്തിപരമായ മിടുക്കാണ്. പേരിൻ്റെ പുറത്ത് MLA എന്നുള്ള 3 അക്ഷരം എൻ്റെ വ്യക്തിപരമായ ഒരു അലങ്കാരമോ അതല്ല. പാർട്ടി എന്ന നിലയിൽ ഞാൻ SFI DYFI രംഗത്ത് ഇപ്പോൾ DYFIയുടെ ജില്ലാ ഭാരവാഹി ആയിരിക്കുമ്പോഴാണ്, ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ മത്സരിക്കുന്നത്. അങ്ങനെ യുവജന രംഗത്ത് മത്സരിക്കുന്ന ഒരാൾ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ കൊള്ളാം എന്ന ഒരു കണ്ടെത്തലും കാഴ്ചപ്പാടും തീരുമാനം വന്നപ്പോഴാണ് ഞാൻ MLA കാൻഡിഡേറ്റ് ആവുന്നത്. ദാറ്റ്സ് കറക്റ്റ്. അതാണ് കമ്മ്യൂണിസം അല്ലേ? ഈ പറയുന്ന പോലെ സെലക്ട് ചെയ്യുന്നതിലും ഒരുപാട് കാര്യമുണ്ടല്ലോ. അതെ, പ്രൊസീജിയർ ഉണ്ട്. എവിടെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലെല്ലാം 14-15 പിന്നെ വനിതാ സഖാക്കളായില്ലേ, ചെറിയ കാര്യം. DYFIയുടെ യൂണിറ്റ് ഭാരവാഹികളൊക്കെ തന്നെ പിന്നെ ചെറുപ്പക്കാർ യുവതികൾ വരുന്നു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് 10-15 വർഷം കഴിഞ്ഞാൽ കിട്ടും. കുടുംബശ്രീ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ആത്യന്തികമായി ഞങ്ങളുടെ പാർട്ടി ആഗ്രഹിക്കുന്നത് സമത്വം. രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന കാര്യമാണത്. അതിലേക്ക് എത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടി മുൻകൈ എടുക്കുന്ന ചെറിയ കാര്യമില്ല. ഞങ്ങളെ കണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ
ട്രാക്ക് മാറ്റുന്നു, മുസ്ലിം ലീഗ് ഉൾപ്പെടെ. നമ്മളൊരു അതെ മാതൃകയായിക്കൊണ്ടിരിക്കുന്നു അതെ. എല്ലാവരുടെയും ഒരു എത്രയോ ആളുകൾ, ആര്യ രാജേന്ദ്രൻ, എത്രയോ ആളുകൾ, എത്രയോ വനിതാ സഖാക്കൾ പ്രായം കുറഞ്ഞ വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. അതെ. സുമോദേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരനൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അധ്യാപകൻ കലാകാരനാണോ? കലാകാരനല്ല. അല്ല. അല്ല. പാട്ട് കേൾക്കാറുണ്ട്. കവിത ഇല്ല. വായന എങ്ങനെയാ? വായന ഉണ്ട്, നന്നായി വായിക്കും. ഇപ്പോഴും വായന ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഏത് തരത്തിലുള്ള? ഇപ്പൊ ഞാൻ വായിച്ചത് ചില പുസ്തകങ്ങൾ വീണ്ടും വായിക്കുന്നു. ഒന്ന് കാലം എന്ന് പറയുന്ന നോവൽ, സേതു MTയുടെ വീണ്ടും വായിക്കുന്നത്. നേരത്തെ വായിച്ചാണ്, ഒന്നും കൂടി അത് പൊടി തട്ടിയെടുത്ത് ഒന്നും കൂടി വായിക്കും. അങ്ങനെയുള്ള വായിക്കാറുണ്ട്. വായന ഉണ്ട്. വായന ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വായന ഫോളോ ചെയ്യുന്ന ഒരാളാണ്, വായിക്കാറുണ്ട്. ആനുകാലികങ്ങൾ, പത്രം, ആനുകാലിക നോവലും മറ്റൊക്കെ വായിക്കും. സോഷ്യൽ മീഡിയ ഇപ്പൊ എല്ലാവരും പറയുകയാണെന്നുണ്ടെങ്കിൽ പത്രത്തിന് പകരം ഇപ്പൊ എല്ലാം ഫോണിൽ കിട്ടും. സോ എങ്ങനെയാണ് ഫോണിന്റെ യൂസേജ്? ഫോണിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ്. ഇങ്ങനെയൊക്കെ ആവണം ശരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു MLA-യുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? MLA-യുടെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ആരായാലും ഒരു നേരത്തെ എണീക്കേണ്ടി വരും. 7 മണി മുതൽ പിന്നെ ആളുകൾ വരും, പല ആവശ്യങ്ങൾക്ക് കത്തിന് വരും. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലേക്കും വിളിക്കേണ്ടി വരും, പല കാര്യങ്ങളും കേൾക്കേണ്ടി വരും. അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. പിന്നീട് മരണ വീട്, ഞാനിപ്പോൾ അല്ല ഇപ്പോൾ ഒരു കോള്, ഞാൻ ഒരു കുറച്ച് കഴിഞ്ഞാൽ പോവാം, ഒരു 10 മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. മരണങ്ങളുണ്ടാവും, നാട്ടിൽ കല്യാണങ്ങൾ, വീടിരിപ്പ്, ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്ന് നമ്മൾ ഇടപെടേണ്ടി വരും. ഇങ്ങനെയുള്ള ഇഷ്യൂസിലെല്ലാം നമ്മൾ ഇടപെടേണ്ടി വരും. മണ്ഡലത്തിലെ വർക്കുകൾ ഫോളോ അപ്പ് നടത്തേണ്ടി വരും. പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ നന്നായി ഫോളോ അപ്പ് ചെയ്യണം. അതിൻ്റെ കാര്യങ്ങൾ ഓഫീസുമായി കണക്ട് ചെയ്യണം. പിന്നെ ഈ പറയുന്നത് പോലെ ഇതിനോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് CPI ലെഫ്റ്റ് MLA-മാർ അത് നന്നായി കൊണ്ടുപോകേണ്ടി വരും. ഇതിൽ നിന്ന് വേറിട്ടൊരു ഇതില്ല, മനസ്സിലായില്ലേ? MLA എന്നുള്ള വേറിട്ട് നിൽക്കുന്ന കാര്യമില്ല. പാർട്ടി പ്രവർത്തനം മുഖ്യ പരിഗണനയും അതോടൊപ്പം തന്നെ മുഖ്യ ഉത്തരവാദിത്വമായിട്ട് നിർവഹിക്കും. ഫാമിലിക്ക് എങ്ങനെയാണ് സമയം? ഫാമിലി ഭാര്യ വീട്ടമ്മ. എൻ്റെ ഭാര്യ വീട് ചേലക്കര മണ്ഡലത്തിൽ മായന്നൂർ കൊണ്ടാഴി പറഞ്ഞ സ്ഥലത്ത്, കൊണ്ടാഴി പഞ്ചായത്ത്. അറേഞ്ച്ഡ് മാരേജ്, 12 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞു. അവള് ബാങ്കിന്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്നു. JDC കഴിഞ്ഞ ധന്യ പേര്. മക്കൾ 2 പേര്. മൂത്ത മകൻ ഇതിഹാസ്, 10 വയസ്സ്. ഇതിഹാസ്. രണ്ടാമത്തെ ഒരു മാനസ്, 5 വയസ്സ്. ഇതിഹാസ് എന്നത് എനിക്കങ്ങനെ തോന്നിയൊരു, എൻ്റെ പേര് സുമോദ്. പ്രമോദ് ഒരുപാടുണ്ടോ? സുമോദ് ഉണ്ടോ? അപ്പൊ എനിക്കും തോന്നി അല്ലാണ്ട് ഈ ലോറിയിൽ ചെരിഞ്ഞ പോലെ പേരുണ്ടാവരുത് തോന്നി. പ്രമോദ് ഒരുപാടുണ്ടല്ലോ, അപ്പൊ സുമോദ് അധികം ഉണ്ടാവില്ല. അതെ അതെ. മാനസ് എന്ന് പറഞ്ഞാൽ അല്ല, അതൊരു പ്രാസം. ഇതിഹാസ്, മാനസ്. ഇല്ല, ഞാൻ തന്നെ പേരിലിട്ടേ ഞാൻ തന്നെ. അല്ല, ഇപ്പൊ വീടിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്തുക. എസ്പെഷ്യലി നമ്മളൊരു MLA ആണ്, നമുക്ക് ഒരുപാട് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വരെ വരും. ഒരു ദിവസം നമ്മളൊരു പ്ലാൻ ചെയ്ത് പോവാം, ആ സമയത്തായിരിക്കും ഇന്ന സ്ഥലത്തേക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്നൊക്കെ പറയുന്നത്. പല ട്രിപ്പുകളും ക്യാൻസൽ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? മാസത്തിൽ ഇത് ആർക്കാണെന്നറിയോ? ഇത് ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. അല്ല, അതിനകത്ത് ഞങ്ങൾ മാസത്തിലൊരിക്കൽ സിനിമ കാണും. സെക്കൻഡ് ഷോ ഇവിടെ നമ്മുടെ ആവിഷ്കാർ എന്ന തിയേറ്റർ, അതിഗംഭീരമായ തിയേറ്റർ, കോട്ടയം ആവിഷ്കാർ. പാലക്കാട് നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ടൊക്കെ കാണും. അതിഗംഭീരമായ തിയേറ്റർ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, നന്നായി ചെയ്ത തിയേറ്റർ. മാസത്തിലൊരിക്കൽ സിനിമ കാണും, സെക്കൻഡ് ഷോ. വർഷത്തിലൊരിക്കൽ ഞങ്ങളൊരു 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം യാത്ര എങ്ങോട്ടേലും പോവാറുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലം, ഫാമിലി പറയുന്ന സ്ഥലം പോവാറ്. പിന്നെ പ്രധാനപ്പെട്ട ഈ മണ്ഡലത്തിലെ ചില കല്യാണങ്ങൾക്കെല്ലാം പോവാറുണ്ട്. എല്ലാത്തിനും അനിവാര്യമായ ചില കല്യാണത്തിനെല്ലാം പോവാറ്. വീട്ടിൽ ചിലവഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ്. അല്ല, അവൾക്കറിയാം. മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? മക്കൾ കുഴപ്പമൊന്നുമില്ല. അവ ചെല്ലുമ്പോൾ വളരെ രസകരമായി അച്ഛനായി മാറും വീട്ടിൽ. ഒരു ഷാഡിയില്ല. എന്ത് ഷാഡിയും എന്റെ മക്കളല്ലേ, വളരെ രസകരമാണ്. കുസൃതികളാണ്.
രസകരമായി പോകുന്നു. പ്രശ്നമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ. വീടിന്റെ ലോകം ഭയങ്കര രസകരം. ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന എന്തായിരുന്നു? വലുതാവുമ്പോൾ എന്താവണം എന്നായിരുന്നു സുമതേട്ടൻ്റെ ഒരു ആഗ്രഹം, സ്വപ്നം? ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചത് ഞാനൊരു ചുമട്ടുതൊഴിലാളി ആവുമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അച്ഛൻ്റെ അതായത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, മാർക്ക് ഉണ്ടെങ്കിൽ പോലും, പ്രീ ഡിഗ്രിക്കും ഞാൻ ജയിച്ചെങ്കിൽ പോലും പിന്നീട് നമുക്കൊരു ഡിഗ്രിയൊക്കെ നമുക്ക് സാമ്പത്തികമായ ചില പ്രതിസന്ധികളും കാര്യങ്ങളെല്ലാം വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ അച്ഛൻ്റെ ജോലിയിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അവിടെ എല്ലാം അങ്ങനെയാണ്. അത് സാധാരണ അങ്ങനെയാണ്, ഈ കുറേ കാലം ജോലി ചെയ്ത മക്കൾക്ക് അങ്ങനെ ജോലി കൊടുക്കും പാർട്ടിയോട് പറഞ്ഞിട്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ അങ്ങനെ വരുമോ എന്ന് എനിക്കൊരു ആലോചന ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ വാശിയോടുകൂടി ഡിഗ്രിയും PGയും BEd എല്ലാം ചെയ്തപ്പോഴാണ് ഞാനൊരു ട്രാക്ക് മാറി. അതിന് ഇൻസ്പയർ ആയത് SFI ആണ്. ഓക്കെ, മാറ്റം കൊണ്ടുവന്നത് കുഞ്ഞിലാകുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ, പഠിക്കുന്ന സമയത്ത് എസ്പെഷ്യലി 10ാം ക്ലാസ് ഒക്കെ ഫസ്റ്റ് ക്ലാസ് അധ്യാപകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകൻ ആരാ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അധ്യാപകൻ? ഒരുപാട്, പിന്നെ LP UP എല്ലാ വിവിധ ഘട്ടങ്ങളുണ്ടല്ലോ നമ്മൾ ഇൻസ്പയർ. ഇപ്പോ CPMന്റെ തൃത്താല ഏരിയ സെക്രട്ടറി ആയ മുഹമ്മദ് മാസ്റ്റർ എന്നെ UP ക്ലാസ്സിൽ SS ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സത്യഭാമ ടീച്ചർ ഹൈസ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞ മധു മാസ്റ്റർ എന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് ഉൾപ്പെടെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ച ഒരാളാണ്. ചെറിയ ക്ലാസ്സിൽ രാധ ടീച്ചർ ഉൾപ്പെടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കോളേജിലേക്ക് വരുമ്പോൾ ചിത്രഭാനു മാഷ് ചിത്ര ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ന് പറഞ്ഞാൽ ചെറുകാടിൻ്റെ മക്കളാണ്. ഭയങ്കരമായി അങ്ങനെ ഒരുപാട് ആളുകൾ. പ്രകാശം മാസ്റ്റർ ഹയർ സെക്കൻഡറി ഡയറക്ടറൊക്കെ ആയ ഇപ്പോൾ PSC മെമ്പറാണ്. പ്രകാശം മാസ്റ്റർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സന്തോഷ് ആറ് കോളേജിൽ ഒരുപാട് നല്ല പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. സത്യത്തിൽ ഞാൻ 10ാം ക്ലാസ് വരെയാണ് ഒരു നല്ല ഒരു പ്രീ ഡിഗ്രി PG ഒക്കെ ആകുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഈ SFIക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് അതുകൂടി ശ്രദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് വിജയങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ റുട്ടീനായി ക്ലാസ്സിൽ രാവിലെ പോയി അങ്ങനെ ഒരു 9:30 മുതൽ അങ്ങനെയുള്ള ഒരു പഠിപ്പിഷ്ടമായിരുന്നില്ല. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം കേരളം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇന്ത്യയിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ. അങ്ങനെ മൊത്തത്തിലൊരു രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പെട്ടെന്ന് തകരില്ല. കാരണം ഇത് ആഴത്തിലാണ് വേര്. ഓക്കെ, ഇത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു മൂവ്മെൻറ്റ്. നവോത്ഥാന പ്രസ്ഥാനങ്ങളെ തുടച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. പിന്നീട് ആ പാർട്ടിയുടെ ഭാഗമായിട്ട് ഏറ്റവും ജനകീയ നേതാക്കന്മാർ EMS AKG EMS ആലത്തൂർ മത്സരിച്ചിട്ടുണ്ട്. ഈ എൻ്റെ മണ്ഡലത്തിൻ്റെ ആദ്യ രൂപമായ ആലത്തൂർ അന്ന് വലിയ മണ്ഡലമാണ്. ഞാൻ നിങ്ങളെ ജനിക്കുന്നതിന് മുമ്പ് 977 അടിയന്തരാവസ്ഥക്ക് ശേഷം മത്സരിച്ചപ്പോൾ ഇവിടെ നിന്ന് ജയിച്ചു. ഇങ്ങനെ ഏറ്റവും ജനകീയരായ വളരെ കപ്പാസിറ്റിയുള്ള ലീഡർമാരുടെ ഒരു തുടർച്ച എക്കാലത്തും ഉണ്ടായി. EK നായനാർ, VS, പിണറായി വിജയൻ, കോടിയേരി, ഇനിയും ഉണ്ടാകാം. അപ്പം അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം രൂപത്തിൽ താഴെ തലം മുതൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ലോക്കൽ തലങ്ങളിലെ ഏറ്റവും ജനകീയ നേതാക്കന്മാരുണ്ട്. ഏത് ഇഷ്യൂസിലും ഇടപെടാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം ലെഫ്റ്റ് ഇടതുപക്ഷ ആധിപത്യം ഉണ്ടാവുന്നത്. ഓക്കെ, അത് നമുക്ക് നാളെ കാണാം. ഓക്കെ, അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അത് അടർത്തി മാറ്റാൻ പറ്റില്ല. മൂന്നാം സർക്കാർ എന്താ വിഷയം? ബദലെന്ത്? വേറെ ബദലില്ലല്ലോ. ഉണ്ടോ? എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പാലക്കാട് ജില്ല ഉദാഹരണം, പാലക്കാട് ജില്ല 12 അസംബ്ലി മണ്ഡലങ്ങൾ, ലെഫ്റ്റ് 10 കൊടുത്തു. ഓക്കെ, ഈ 10ഉം 11ലേക്ക് പോകും. പാലക്കാട് ഉൾപ്പെടെ നേടിയെടുക്കാൻ ആവശ്യമായ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 12 സീറ്റ് പാലക്കാട്, 12ൽ 10 LDF, മണ്ണാർക്കാട് ലീഗ് അല്ലെങ്കിൽ UDF, പാലക്കാട് പിന്നെ കോൺഗ്രസ്. അപ്പം 11ലേക്ക് അതിൽ 12ലേക്കും വരുന്നൊരു സാഹചര്യം പാലക്കാട് ജില്ലയിൽ വരികയാണ്. മൂന്നാം സർക്കാരിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതെല്ലാ ജില്ലകളും ഇല്ലേ? കണ്ണൂര്, ആലപ്പുഴ, തൃശ്ശൂർ,
അതോടൊപ്പം തന്നെ കോഴിക്കോട്, തിരുവനന്തപുരം, എവിടെ ഇല്ലാത്തത്? ഏതെങ്കിലും അസംബ്ലി മണ്ഡലങ്ങളിൽ MLA-മാരുടെ പെർഫോമൻസ് മോശമാണോ? ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം നടത്തിയപ്പോൾ ഈ ക്ഷേമ പദ്ധതികളായാലും വികസനമായാലും ഒക്കെ ജനം കാണില്ലേ? നമ്മളീ വരുമ്പോൾ ഈ കോട്ടായി ഹൈസ്കൂള്, എത്ര മനോഹരമായ കെട്ടിടങ്ങൾ, ഇവിടെ ഒരു വലിയ പദ്ധതി, ഇവിടെ ഒരു വലിയ ടൂറിസം പദ്ധതി വരാൻ വേണ്ടി പോകുന്നു, ഒരു ഹാപ്പിനെസ് പാർക്ക് വരാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഒരു വലിയ അവിടെ ഒരു കോടി രൂപ വലിയൊരു സൈഫൺ വന്നു. എല്ലാം വരികയല്ലേ, എല്ലാം മാറിയില്ലേ? ഓൾമോസ്റ്റ് റോഡുകളെല്ലാം BMBC നിലവാരത്തിലായി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട്. തൃശ്ശൂരൊക്കെ നമ്മൾ തിരിച്ചെടുക്കുന്നു. തൃശ്ശൂർ നിലനിർത്തിയല്ലേ വേണ്ടുള്ളൂ അല്ലേ? പാർലമെന്റ് അത് ആ സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. സാധാരണ നിലക്ക് 2 ടേമിലായിട്ട് ഞങ്ങൾക്ക് ഒരു സീറ്റേ ഉള്ളൂ. നേരത്തെ ആലപ്പുഴ, ഇപ്പോൾ K. രാധാകൃഷ്ണൻ MP. അത് ഈ ആലത്തൂർ മണ്ഡലം, തരൂർ അസംബ്ലി മണ്ഡലത്തിന്റെ ആലത്തൂർ അസംബ്ലി ഭാഗമായ ആലത്തൂർ പാർലമെന്റ്. അതിൻ്റെ ഒരു പാർലമെന്റിലെ തിരിച്ചടി പ്രത്യേകമായി പരിശോധിച്ച് പരിഹാരം കാണേണ്ട കാര്യമാണ്. അതുണ്ടാവും. കവിത ഇല്ല, ഞാൻ കവിത ഉണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഒരു പഠിപ്പിക്കാന്നല്ലാണ്ട് അതിനെ പറ്റി പോയി പ്രസംഗം നമുക്ക് കാലമുള്ളൂ. പണ്ട് ഞാൻ ആ സ്കൂളിലായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി മാഷായിരുന്നു എൻ്റെ ഒരു ഓർമ്മ, മലയാളത്തില്. എന്നിട്ട് മാഷ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മാഷ് കവിത ചൊല്ലും. എനിക്ക് ഞാൻ എന്താന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു വളരെ മനോഹരമായ കവിത. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിഹ്നം തുങ്കമാം വാനും ചോട്ടി ആണെൻ്റെ വിദ്യാലയം, ഇന്നലെ കണ്ണീർ വാർത്തു ഇരുന്നിതാ വാനം, ഇന്നിതാ ചിരിക്കുന്നു പാലുളി ചിതറുന്നു. ഇത് ഞാൻ LP ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ച കവിതയാണ്. എത്ര കാലം കഴിഞ്ഞാലും രാത്രി 12 മണിക്ക് തന്നെ ഞാൻ ഈ കവിത ചൊല്ലും. ഇതങ്ങനെ കിട്ടി. അതായത് പഠിച്ചത് ഓർമ്മയുണ്ട്, പഠിപ്പിച്ചത് ഓർമ്മ കിട്ടിയിട്ടില്ല. പഠിപ്പിച്ചത് എന്ന് പറഞ്ഞാല് കവിതകള് പെട്ടെന്ന് ഇപ്പൊ പറയുമ്പോ ഒന്നും ഓർമ്മ വരുന്നില്ല. ഒരു നമ്മുടെ ജയ് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഓർമ്മയുണ്ട്. അതൊക്കെ അതുണ്ടാവാതിരിക്കൂലല്ലോ. എങ്ങനെയാ ഒരു SFIയുടെ PK മണികണ്ഠൻ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടറാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ പട്ടാമ്പിക്കുള്ള നടുമുറ്റത്തെ വറപ്പിക്കുന്ന പ്രസംഗമാണ്. അസാമാന്യമായ പ്രസംഗം നടത്തും. പ്രത്യേക ശൈലിയെ വിളിക്കുക. SFIയുടെ പ്രസംഗത്തിന് പ്രത്യേക ശൈലി, വളരെ ചടുലതയും ഭയങ്കര ശബ്ദ ഗാംഭീര്യവും ഭയങ്കര മുഴക്കമുണ്ട്. മനോഹരമായ വാക്കുകൾ. പ്രീഡിഗ്രി കാലത്ത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കാലം സാക്ഷി ചരിത്രം സാക്ഷി, രണാങ്കണത്തിലെ രക്തം സാക്ഷി, രക്തസാക്ഷി കുടീരം സാക്ഷി, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ശബ്ദിക്കുന്നു ഞങ്ങളിലൂടെ, പോരാടുന്നു ഞങ്ങളിലൂടെ. സൈതാലി ദിനാചരണത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ 20 ഞങ്ങളെല്ലാവരും വിളിക്കുന്ന, വളരെ പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് വരുന്ന വൈകാരികമായ മുദ്രാവാക്യമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ സൗണ്ട് മോഡുലേഷൻ, പവർ, ഇതിപ്പോ 25 ദിവസം ഇതായ കാരണം എന്റെ ശബ്ദം മഞ്ഞു വീഴ്ചക്കാരൻ. അതെ, ഇലക്ഷൻ ക്യാമ്പയിൻ ആയതുകൊണ്ട് ശബ്ദത്തിന് പ്രശ്നം. പക്ഷെ അല്ല, എന്നാലും ഞാൻ പറയുന്നത് പ്രസംഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട്. സൗണ്ട് എന്തൊക്കെയാ അതിന്റെ സൗണ്ട്, കണ്ണ്, ഐ കോണ്ടാക്ട് പക്കയായിരിക്കും. പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ആസ്വാദകർക്ക് അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സദസ്സിന് മനസ്സിലാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക. അതിൽ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഉണ്ടാവണം. അതിനകത്ത് നാടകീയത വേണമെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് നമുക്ക് പോകാം. മനസ്സിലായോ? ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഇങ്ങനെ ശബ്ദ ക്ഷണിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാൻ അത്ര നല്ലൊരു ആവറേജ് പ്രാസംഗികനാണ്. ഞാൻ ഒരു ആവറേജ് പ്രാസംഗികനാണ്. എനിക്ക് തോന്നുന്നത് അറിവ് എന്തായാലും ഉണ്ടാവണം. പ്രസംഗത്തിൽ കേരളത്തിൽ പുതിയ തലമുറയിൽ M. സ്വരാജ് ഒരു വളരെ മാതൃകയാക്കാവുന്ന നിലയിലേക്ക്. MB രാജേഷ് പാലക്കാട് ജില്ലക്കാരൻ, വളരെ രസകരമായി അവതരിപ്പിച്ചു. പ്രേംനാഥ് കോഴിക്കോട്, അതെ, സ്വരാജ്. അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ യൂട്യൂബിലെടുത്താൽ അതിഗംഭീരമാണ്. കഴിഞ്ഞൊരു 10-15 വർഷത്തിനിടയിൽ അത്ര ഗംഭീരമായി. ഞാൻ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ആളായിരിക്കാം, അതുകൊണ്ടായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം. അല്ല, തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ഗൂസ് ബംപ്സ് തരുന്ന ഒരു പ്രസംഗമാണ്. പ്രസംഗം കൊണ്ട് ഒരുപാട് ആളുകളെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. സത്യം.
തീർച്ചയായിട്ടും സൗണ്ട് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കവിതയിലോട്ട് കൂടുതൽ കടക്കാൻ ഞങ്ങൾക്ക് ഒരു കവിത ഞാൻ ചൊല്ലില്ലല്ലോ. ഒരെണ്ണം ചൊല്ലിയുള്ളൂ. അത് ഗംഭീരമായ കവിതയാണ്. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും. തിങ്കളും താരങ്ങളും തൂവെള്ളി കതിർ ചിന്നും തുങ്കമാം വാനിൻ ആകാശം ചോട്ടിൽ ആണെന്റെ എന്റെ വിദ്യാലയം ഇതിന്റെ ചോട്ടിലാണ്. ഇന്നലെ കണ്ണീർ അത് ഇന്നലെ മഴ പെയ്തു കരഞ്ഞിടിന വാൻ, അതായത് വാനെന്ന് പറഞ്ഞ ആകാശം. ഇന്നിതാ ചിരിക്കുന്നു, ഇന്ന് ഏറ്റവും തെളിമയുള്ളതാണ്. പാലൊളി ചിതറുന്നു, അപ്പോൾ നിലാവ് വരക്കുന്നു. ഏറ്റവും മനോഹരമായൊരു കവിഭാവനയാണ്. ഒരു പഠിക്കുന്ന വിദ്യാലയത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും മനോഹരമായ. ഞാൻ പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉഴപ്പി പഠിച്ചിരുന്ന ഒരാളാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഓർമ്മകളില്ല. ക്ലാസ് കട്ട് ചെയ്ത ഓർമ്മകള്, അടി കിട്ടിയ ഓർമ്മകളൊക്കെയാണ്. അടി കിട്ടിയിട്ടുണ്ടോ? അടി കോളേജിൽ കൈ അടിച്ച് മുറിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികൾ. അടിച്ച് കൈ മുറിച്ച് ബാൻഡേജ് ഒക്കെ ഇട്ട്. അടി തലക്ക് നമ്മൾ തടുക്കൂല, അപ്പൊ കൈ മുറിഞ്ഞു ഇവിടെ. അതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എല്ലാം ഇവിടെ ഒക്കെ പൊട്ടിയാണ്. അതൊക്കെ പിന്നെ അച്ഛന് ബോധ്യപ്പെട്ടു. വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ഭാഗമല്ലേ. അച്ഛൻ പാർട്ടി മെമ്പർ ആയിരുന്നു, അതെല്ലാം ബോധ്യപ്പെടും. അങ്ങനെ ഒരു 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 പതറൊന്നും ഇല്ല. അവർ ഇഷ്യൂ ഒക്കെ വന്നാൽ നിൽക്കും. എങ്ങനെയാ ഫസ്റ്റ് നമ്മള് രാഷ്ട്രീയത്തിലോട് കടക്കുമ്പോ മറ്റു സിനിമയിലൊക്കെ കാണുന്ന പോലെ അങ്ങനൊന്നുമല്ല. ഇതെല്ലാം പല കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മുടെ വായന, കുടുംബ അനുഭവങ്ങൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമുക്ക് കൗമാരത്തിൽ തോന്നുന്ന വീരാരാധന. ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ MT ശശി, VP സുബ്രഹ്മണ്യൻ, PV ഷെബി, ജയാനന്ദ്, TK ഹരീഷ്, ഇങ്ങനെ വളരെ എന്താ പറയുക, അവരുടെ വിരൽത്തുമ്പിലാണ് ആ കോളേജ്. 2000 കുട്ടികൾ, അത്ര അധ്യാപകരെക്കാൾ സ്വീകാര്യ നേതാക്കന്മാരെ പ്രസംഗം ക്ലാസ് മുറിയിലും കണ്ട്, നടുമുറ്റത്തെല്ലാം കണ്ട്. അന്ന് P രാജീവ സംസ്ഥാന സെക്രട്ടറി. ഇങ്ങനെ നമ്മളൊരു ഇവരോടുള്ള ആകർഷണം പറ്റും. ഈ ആൾക്കൂട്ടം, വലിയ വിദ്യാർത്ഥി ജാഥകളെല്ലാം കണ്ടു. അങ്ങനെയാണ് നമ്മുടെ കൗമാരകാലം എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ലോ, വളരെ പെട്ടെന്ന് വീരാരാധനയും ആകർഷകരാകുന്നില്ല. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഫാൻ ബേസ് ഉണ്ടായിരുന്നോ? ഫാനല്ല, ചേട്ടന് ഫാൻ ബേസ് ഉണ്ടായിരുന്നോ കോളേജില്? എനിക്കോ? ഇല്ലപ്പോ. ഞാൻ കോളേജ് യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലൊക്കെ ആയിരുന്നു 2004. പക്ഷെ അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു ലവ് ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല? ഇല്ല, അങ്ങനൊന്നുമില്ല. ലവ് ലെറ്റർ ഒന്നും കിട്ടിയില്ല. അത് സമയം ഉണ്ടാവില്ല. സോ പയ്യെ പട്ടാമ്പി കോളേജിന് അത്രയും കാലമെല്ലാം പട്ടാമ്പി കോളേജിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഞാൻ ഉൾപ്പെടെ നേതൃത്വം ഒരു രക്ഷിതാവിൻ്റെ ആ നിലയിലായിരുന്നു കണ്ടിരുന്നത്. രാത്രി 12 മണിക്ക് വിളിച്ചാലും അന്നത്തെ SFI നേതാക്കന്മാരോടൊപ്പം കുട്ടികളെ പറഞ്ഞ് അന്നും ഇന്നും അത്രമേൽ വളരെ സീരിയസ് ആണ് പാർട്ടി. ആ സിസ്റ്റം അങ്ങനെയാണ്. പട്ടാമ്പി കോളേജ് SFI അങ്ങനെയാണ്, വളരെ സിസ്റ്റമാറ്റിക്. പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. 2000 അവിടെ CPM വിദ്യാർത്ഥി ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, അതായത് SFI പ്രധാനപ്പെട്ട പ്രവർത്തിയിൽ നിന്നൊരു ഒരു CPM ബ്രാഞ്ച് ഉൾപ്പെടുന്നത്. അത്രമാത്രം സിസ്റ്റമാറ്റിക് കേഡർമാരെ കണ്ടെത്തുന്നത്. കേഡർമാരെ കണ്ടെത്തുന്നത് പറഞ്ഞാൽ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കടമയാണ്. കാരണം ഈ പറയുന്ന ലീഡർഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് പറയുന്നത് ഒരു പ്രധാനമാണ്. നല്ല കഴിവും ശേഷിയുള്ള നേതാക്കന്മാരെ കണ്ടെത്തുക തന്നെ വേണം. അങ്ങനെ കണ്ടെത്തിയ ഒരാളാണ് ഞാൻ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കഴിവല്ല, എന്നെ കണ്ടെത്തിയ ഒരുപാട് SFI നേതാക്കന്മാരുണ്ട്. ഇപ്പോഴും അവരുടെ സൗഹൃദം തുടരുന്നു. അവരിൽ ഒരാളാണ് ഞാൻ. മനസ്സിലായി? അവരിലൊരാളാണ് ഞാൻ. ഇപ്പോഴും എനിക്ക് ഒരു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത്. ഞങ്ങളത് എൻ്റെ പല കാര്യം, ഇപ്പോൾ മണ്ഡലത്തിൽ ഞാൻ സിം തരൂർ, കുട്ടികൾക്ക് നീന്തൽ പഠന പദ്ധതി, ഹെൽത്തി തരൂർ, ഇങ്ങനെ കുറേ പദ്ധതി നടപ്പില്ല. ഇതെല്ലാം ഒരുപാട് SFI നേതാക്കന്മാരുടെ ഉപദേശവും നിർദ്ദേശവും മാർഗദർശനവും. അല്ല, തീർച്ചയായിട്ടും ഒരു ചട്ടക്കൂടിനുള്ളിലാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യവും അതിനെ നിറവേറ്റാൻ ചട്ടക്കൂട് വേണ്ടേ? തീർച്ചയായിട്ടും ചട്ടക്കൂട്. പക്ഷേ ചട്ടക്കൂട് നിങ്ങളൊരു സ്ഥാപനമാകുമ്പോൾ ചട്ടക്കൂടില്ലേ? ചട്ടക്കൂട് വേണം. പ്രത്യേകിച്ച് CPM പോലൊരു സംവിധാനം, ഒരു കേന്ദ്രീകൃതമായ ജനാധിപത്യം, കേന്ദ്രീകൃതമായ നേതൃത്വത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളാൽ നയിക്കപ്പെടുന്ന കീഴ്ഘടകങ്ങളും അല്ലെങ്കിൽ പാർട്ടി സഖാക്കളും അത് വേണം. ഇത് വല്ലാണ്ട് ലൂസായി പോകും. അതെ, പല പല ഇഷ്ടങ്ങൾ, പല പല ആളുകളാണ്. അവരെ
ഒന്നിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചട്ടക്കൂടിനുള്ളിൽ കേന്ദ്രീകൃതമായ നേതൃത്വം വേണം. നേതൃത്വം വേണം. അതാണ് കേന്ദ്രീകൃത ജനാധിപത്യം. അതെ. എനിക്ക് കൗതുകം കൊണ്ട് ചോദിക്കുക, എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല? എത്രയോ പ്രസംഗങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? ആ, സെയ്താലി ദിനം, മുഹമ്മദ് മുസ്തഫ മണ്ണാർക്കാട്, വേലായുധൻ ഇവിടെ കൊടുവായൂര്, ഇതെല്ലാം ഞാൻ SFI നേതാവായിരിക്കും, ഇതെല്ലാം നമ്മുടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ലേ? പവർഫുൾ ആയിട്ട് എങ്ങനെ പറയാം? ഒരു വ്യാഴവട്ടക്കാലത്തിലേറെ SFI നേതാവായ ഒരാളാണ്. 1998 മുതൽ 2012 വരെ ഒരു വ്യാഴവട്ടക്കാലത്തിലേറെ കാലം SFI നേതാവായി. ഇപ്പോഴും SFI ആയിരിക്കാം. SFI ആണ് നമ്മുടെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. എപ്പോഴും എടുത്ത് അല്ലാണ്ട് MA B.Ed ഒക്കെ ഉണ്ടെങ്കിൽ പോലും SFI ആണ് നമ്മുടെ SFI ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ. തീർച്ചയായിട്ടും. അല്ല, അത് SFI അത്ര അധികം നല്ലതാണ് അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കൂടി ഇത്രമാത്രം അനുഭവങ്ങളില്ല. ഇത്രമാത്രം. അപ്പോൾ എനിക്കൊരു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രയാസം വന്നത് പറന്നെത്തും. അവരെല്ലാം കുടുംബത്തിൽ ഞാൻ എല്ലാം മാറ്റി വെച്ചു. ഈ പറയുന്ന SFI ഞങ്ങളുടെ കുടുംബത്തിലോ സുഖദുഃഖങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കാളിയാവും. ഏറ്റവും മനസ്സിനെ നമ്മൾ പറയില്ല, മനസ്സിനെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഏതായിരിക്കും? ഒരുപാടുണ്ടാവും, എന്നാലും അതിലൊന്ന്. AB ബിജേഷിൻ്റെ കൊലപാതകം, സാക്ഷിത്വം, ഈ പ്രയാസം ഉണ്ടാക്കിയൊരു കാര്യം. അത് പെരുമ്പിലാവാണ്, നിങ്ങളുടെ കുറച്ചപ്പുറത്ത്, ഞങ്ങളുടെ കുറച്ചപ്പുറത്ത്. ഞാനൊരു കുറച്ചു കാലം ഞാൻ തൃശ്ശൂർ ശ്രീകൃഷ്ണ ഗുരുവായൂർ കോളേജിൽ PG ഫസ്റ്റ് സെമസ്റ്റർ അവിടെയായിരുന്നു. ആ സമയത്ത് സഖാവിനായിട്ട് നല്ല ബന്ധമായിരുന്നു. പിന്നീട് ജില്ലാ ഭാരവാഹിയായിരിക്കുമ്പോഴാണ് ബിജേഷ് കൊല ചെയ്യപ്പെടുന്നത്. STPI ക്രിമിനലുകളാണ്. അതെനിക്ക് പ്രയാസം ഉണ്ടാക്കിയത് ആ ഒരു ഘട്ടം. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പറഞ്ഞൊരു കാര്യം, ഓരോ രക്ഷാശിത്വങ്ങളും പ്രയാസം ഉണ്ടാക്കും, വേദന ഉണ്ടാക്കും. പെട്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ വരുന്നത്. പിന്നെ അതുപോലെ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവുമല്ലോ SFI യിൽ? ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരിക്കും. പ്രൗഡ് മൊമെന്റ്, ഞാൻ കട്ടുപ്പാറ മുതൽ പട്ടാമ്പി വരെ ഓടി. സെയ്താലി ദിനം, പട്ടാമ്പി പെരിന്തമണ്ണ പുലാമന്തോളപ്പുറം റൂട്ടിലൂടെ ഞങ്ങൾ ദീപശിഖയുമായി ഏന്തി ഓടി. അന്നെല്ലാം ഒരു 10-19 വയസ്സല്ലോ. ഓടി ആ ദീപശിഖ പട്ടാമ്പി കോളേജിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അകമ്പടിയോടുകൂടി വന്ന് സഖാവ് MB രാജേഷ് മന്ത്രിക്ക്, അന്ന് SFI സംസ്ഥാനം, കൈമാറുന്ന ഒരു ഘട്ടമാണ് എനിക്ക് ഏറ്റവും ഒരു പെട്ടെന്ന് ഒരു പ്രൗഢഗംഭീരമായ ഓർമ്മയായിട്ട് തോന്നുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ അകമ്പടിയോടുകൂടി പട്ടാമ്പി നടുമുറ്റത്തിലാണ് കഴിയുന്നത്. MB രാജേഷാണ് സംസ്ഥാന സെക്രട്ടറി. പിന്നീട് MB രാജേഷിൻ്റെ അതിഗംഭീരമായ പ്രസംഗമുണ്ട്. രണ്ട് പോക്കറ്റൊക്കെ രാജേഷ് പ്രത്യേക, ഇന്നത്തെ പോലെ കുറച്ചുകൂടി 10-29-30 വയസ്സാണ് രാജേഷ്. നല്ല സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പ്രത്യേകമായ ഒരു പ്രസംഗരായിരുന്നു. കുറച്ചുകൂടി സ്പീഡിലാണ്. അത് വിദ്യാർത്ഥി കാലത്ത് എല്ലാവരും അങ്ങനെ ആവും. എനിവേസ്, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഇനി മൂന്നാം സർക്കാർ വരുമ്പം അപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തരൂർ മണ്ഡലം ഏറെ വികസനങ്ങൾ നടന്നൊരു മണ്ഡലമാണ് കഴിഞ്ഞ 10 വർഷം. സഖാവ് AK ബാലേട്ടൻ എന്ന് പറഞ്ഞാൽ നീണ്ട 20 വർഷക്കാലം ഇവിടെ MLA മന്ത്രിയുമായിരുന്നു. ഒട്ടേറെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ നടന്ന ഒരു അസംബ്ലി മണ്ഡലമാണ്. എന്നാൽ ഇതിന്റെ ഒരു ഗ്രാമീണത നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വരുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് നല്ല ഒരു ഇളം കാറ്റും ഇവിടെ ഏറ്റവും ചെറിയ പൈസക്ക് സ്ഥലം കിട്ടും. ഏറ്റവും നിഷ്കളങ്കരായ കർഷകരും കർഷക തൊഴിലാളികളും. ചെറിയ പൈസക്ക് സ്ഥലം മേടിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഒരു ഗ്രാമഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. അതെ, നല്ല പാടങ്ങൾ, അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾ. ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.